മാസപ്പടി കേസിൽ മുഖം രക്ഷിക്കാൻ കൊണ്ടുപിടിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടത്തിയിട്ടും രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് CPM. പതിവ് ന്യായീകരണങ്ങൾക്കപ്പുറം തെളിവുകൾക്കും ചോദ്യങ്ങൾക്കും മുന്നിൽ മറുപടിയില്ലാതെ വിയർക്കുകയാണ് CPMന്റെ നേതൃത്വം എന്നുള്ളത്. പ്രതിരോധ യോഗങ്ങളിലെ ഒഴിഞ്ഞ കസേരകൾ അത് ഈ CPM അണികളും പിണറായി വിജയനെ കൈവിട്ടതിനുള്ള സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് തന്നെയാണ് ചേരുന്നത്. ശ്യാമ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ആദ്യഘട്ടം മുതൽ തന്നെ ഈ വിഷയത്തിൽ പല നേതാക്കളും ഇറക്കിയ ക്യാപ്സൂളുകളൊക്കെ ഓരോന്നായി പൊളിഞ്ഞു വീണു. അണികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. എങ്ങനെ CPM നേതാക്കൾ വീണയുടെ കമ്പനിയുടെ ഭാഗമായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെ വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ഈ ഈട് നിരത്തിയ ഓരോ തെളിവുകൾക്കും അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. ഒടുവിൽ വിശദീകരണ യോഗങ്ങളിൽ MV ഗോവിന്ദനടക്കമുള്ള നേതാക്കൾ വന്ന് പെടാപ്പാട് പെടുകയാണ്. വിശദാംശങ്ങൾ. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുരുക്കുമുറുകുമ്പോഴാണ് ഇത്തരത്തിൽ ഗത്യന്തരമില്ലാതെ തന്നെ CPM ഇത്തരത്തിൽ പ്രതിരോധ യോഗങ്ങൾ തന്നെ വിളിച്ചുകൂട്ടുന്നതിലേക്ക് കടക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടത്തുന്നതിന് CPMനെ മുതലക്കുളം മൈതാനിയിൽ നടന്ന യോഗത്തിൽ തന്നെ MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദൻ ഇത്തരത്തിൽ പ്രധാനമായും അല്ലെങ്കിൽ ED കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ പറയുമ്പോൾ പ്രധാനമായും ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നീങ്ങുന്നതെന്നായിരുന്നു വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തത്. എന്നാൽ വോട്ടർമാർ പോലും ഇത്തരത്തിൽ ഇതിന് ചെവി കൊടുക്കുന്നില്ല എന്ന പ്രധാനപ്പെട്ട വസ്തുതയാണ്. എല്ലാം തന്നെ ആളില്ല കസേരകൾ, ഒഴിഞ്ഞ കസേരകളായിരുന്നു പ്രധാനമായും ഇതിന് തെളിവായി ഉണ്ടായിരുന്നത്. അണികൾ തന്നെ ഇതിൽ പ്രധാനമായും വിവരങ്ങൾ പറയുന്നു എന്ന് തന്നെയാണ് നിലവിൽ. എന്തായാലും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിൽ പ്രധാനമായും CPM നന്നായി വിയർക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പലയിടത്തും. പ്രജിത്ത്.